വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ യുഎസിലെ സ്റ്റുഡൻസിൻ്റെ 1 month ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. യുഎസിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ലിവിങ് എക്സ്പെൻസ് ആയിരിക്കും. ചില സ്ഥലത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാൽ ചില സ്ഥലത്ത് ചീപ്പായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യുഎസിലെ ഓബേൺ അലബാമയിലെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നത് ഓബേൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടുത്ത് തന്നെ റെന്റിന് അപ്പാർട്ട്മെന്റ് എടുക്കാവുന്നതാണ്. അവിടെ അപ്പാർട്ട്മെന്റിന് വരുന്നത് സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റിനാണെങ്കിൽ 400 to 600 ഉള്ളിലായിരിക്കും സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റ് വരിക. 1 BHK ആണ്, 1 B 1 ബാത്റൂമാണ് ഉണ്ടാവുക. അതല്ലാതെ നിങ്ങൾക്ക് 2 ബെഡ്റൂം എടുത്ത് 2 ബെഡ്റൂം 2 ബാത്റൂം എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിൽക്കാവുന്നതാണ്. അത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവ് റേറ്റ് ആയിരിക്കും വരിക. എന്തായാലും ഒരു 600 റേഞ്ചിലായിരിക്കും മാക്സിമം റെന്റ് ഉണ്ടാവുക സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റിന്. അല്ലാതെ വേറെ അപ്പാർട്ട്മെന്റിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ടാവും. സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് ഞാനിവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. മാത്രമല്ല അതിലെ റെന്റ് പ്ലസ് യൂട്ടിലിറ്റി ആയിരിക്കില്ല വരുന്നത്. യൂട്ടിലിറ്റി നമുക്ക് സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറണ്ട്, വാട്ടർ ബില്ല്, വൈഫൈ ബില്ല്, ഇത് മൂന്നുമാണ് യൂട്ടിലിറ്റീസ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ യൂട്ടിലിറ്റി വരുന്നത് 100 to 200 ഉള്ളിലായിരിക്കും. അതായത് സ്റ്റുഡൻറ് ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇത് ഫാമിലിയുടെ കാര്യമല്ല. ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ നിൽക്കാൻ വേണ്ട യൂട്ടിലിറ്റിയുടെ റേറ്റ് ആണ് 100 to 200 റേഞ്ച്. നെക്സ്റ്റ് വരുന്നത് ഗ്രോസറിയാണ്. ഗ്രോസറി തന്നെ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ സ്റ്റോർ ഗ്രോസറി, പിന്നെ ഒന്ന് US സ്റ്റോർ ഗ്രോസറി. ഇന്ത്യൻ സ്റ്റോറിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തായാലും മന്ത്ലി ഒന്നും പോകാൻ ചാൻസ് ഇല്ല. അതായത് അരി, പിന്നെ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോർ പോവാം. ബാക്കി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ US സ്റ്റോറിൽ കിട്ടും, അതായത് വാൾമാർട്ടിൽ, ക്രൂഗറിലൊക്കെ കിട്ടും. ഇപ്പോൾ ഗ്രോസറി മെയിനായിട്ട് വരുന്നത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നും വാൾമാർട്ടിൽ നിന്നും നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ $200 to $300 ഉള്ളിലായിരിക്കും വരിക. കാരണം വാൾമാർട്ടിൽ നമ്മൾ എന്തായാലും വീക്ക്ലി ഇല്ലെങ്കിൽ 2 വീക്ക് കൂടുന്ന സമയത്ത് നമ്മൾ പോകേണ്ടി വരും. കാരണം ബ്രെഡ്, മിൽക്ക്, മുട്ട, ഇതൊക്കെ എന്തായാലും ഇവിടെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ മെയിനായിട്ടും കുക്ക് ചെയ്യുക ബ്രെഡ്, പിന്നെ സാൻഡ്വിച്ച്, പിന്നെ സിറിയൽ, മിൽക്ക്, എഗ്ഗ്, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും വീക്ക്ലി ഇല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ എന്തായാലും നിങ്ങൾ വാൾമാർട്ടിലോ ക്രൂഗറിലോ പോകേണ്ടി വരും. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 50, 60 ഇല്ലെങ്കിൽ ഒരു 100 ഉള്ളിൽ എന്തായാലും 2 വീക്ക് കൂടുമ്പോൾ ആകും. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ല, പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിനിവിടെ കുറച്ച് കൂടുതൽ എക്സ്പെൻസ് തന്നെയാവും. കാരണം മെയിനായിട്ട് ഇവിടെ ഉള്ളത് ബർഗർ ഷോപ്പ്, പിസ്സ ഷോപ്പ്, അങ്ങനെയുള്ളതൊക്കെയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്, 1-2 മാത്രമേ ഉള്ളൂ. അതന്നെ ഫുഡാണെങ്കിലും അത്ര നല്ല ഫുഡും ആയിരിക്കില്ല. അപ്പം നമ്മൾ മെയിനായിട്ടും ആശ്രയിക്കുന്നത് US-ലെ അതായത് ഇവരുടെ ഫുഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസും കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് മെക്ഡൊണാൾഡ്സ് ഒക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ചീപ്പാണ്. അല്ലാതെ നിങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ തന്നെ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കുറച്ച് നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകാൻ വേണ്ടിയിട്ട് നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാതെ പുറത്ത് പോയി മാത്രം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. അറൗണ്ട് 500-600 തന്നെ ആകും മന്ത്ലി. നെക്സ്റ്റ് വരുന്നത് ലോണ്ട്രി ആണ്. ഇവിടെ സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ലോണ്ട്രി സർവീസ് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുകയില്ല. ഒരു 3-4 ബിൽഡിംഗ്, അതായത് കുറേ അപ്പാർട്ട്മെൻറ്റുകൾക്ക് കൂടിയിട്ട് ഒരേ ഒരു ലോണ്ട്രിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ലോണ്ട്രി യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസ് ഒന്നുമല്ല, അത് ഭയങ്കര ചീപ്പാണ്. 1 month ഏകദേശം $10, $15 മാത്രമേ ആകുള്ളൂ. നെക്സ്റ്റ് നോക്കുന്നത് മൊബൈൽ റീചാർജ് ആണ്. മൊബൈൽ റീചാർജ് ബേസ്ഡ് ഓൺ പ്ലാൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്ലാൻ എടുക്കുകയാണെങ്കിൽ $15 ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലോട്ടേക്കാണ് വരുന്നത്, അതായത് 20 ഉണ്ട്, 30 ഉണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 15 ആണ്. നെക്സ്റ്റ് വരുന്നത് കാറാണ്. എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കാർ. അത് ഫാമിലി ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അതെന്തായാലും വേണം. ഇല്ലെങ്കിൽ ഇവിടെ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിരിക്കും. കോളേജ് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെയും അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതായത് ഷോപ്പിങ്ങിനാണെങ്കിലും ഇവിടെ വീക്ക്ലി ഫ്രൈഡേ ഷോപ്പിംഗ് ഷട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈവനിങ് 5 o'clock. അപ്പോൾ അതിൽ നമുക്ക് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഊബർ ഉണ്ട്, ഊബർ പിടിച്ചിട്ടും ട്രാവൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഊബർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കാറിന് ഇൻഷുറൻസ് മസ്റ്റ് ആയിരിക്കും. ഇവിടെ വരുന്ന പകുതി മുക്കാൽ സ്റ്റുഡൻസ് ആയാലും ഫാമിലി ആയാലും കാർ എടുക്കുന്നത് ലോൺ വഴിയായിരിക്കും. അത് ഏത് തരത്തിലുള്ള കാറാണെങ്കിലും അത് ലോൺ വഴിയായിരിക്കും അവരെടുക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം നിങ്ങൾ കാർ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇൻഷുറൻസ് ഒരു പൈസ
മന്ത്ലി നിങ്ങൾക്ക് അടക്കാനുണ്ടാവും. നെക്സ്റ്റ് വരുന്നതാണ് കാറിന്റെ പെട്രോൾ. ഇപ്പോൾ പെട്രോൾ നിങ്ങൾ ഡെയിലി കാർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഡെയിലി ഇപ്പോൾ കോളേജിൽ വരാനും പോകാനും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിന്റെ ഉപയോഗം കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ വീക്കിലും പെട്രോൾ അടിക്കേണ്ടി വരും. അല്ല, നിങ്ങൾ എപ്പെങ്കിലും മാത്രമേ വീക്കിലി മാത്രമേ നിങ്ങൾ കാർ യൂസ് ചെയ്യുന്നുള്ളൂ, ഷോപ്പിങ്ങിന് മാത്രം പോകാനാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിന്റെ ചിലവ് കുറവായിരിക്കും. അപ്പം നിങ്ങളെ യൂസേജ് പോലെ ഇരിക്കും പെട്രോളിന്റെ റേറ്റ്. അത് ഏകദേശം ഒരു 40 to 100 ഇടയിലായിരിക്കും എന്തായാലും മന്ത്ലി വരിക. പിന്നെ വരുന്നതാണ് ട്രാവൽ. നിങ്ങൾ ഇപ്പോൾ വീക്കിലി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ മന്ത്ലി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പെട്രോള്, പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ്, അതൊക്കെ കൂടി നോക്കുമ്പോൾ എന്തായാലും കുറച്ച് പൈസ തന്നെ ഇവിടെ ചിലവാകും. അടുത്ത വരുന്നത് നമ്മളെ എക്സ്ട്രാ ചിലവാണ്. എക്സ്ട്രാ ചിലവ് എന്ന് പറയുന്നത് നമ്മളുടെ ആമസോൺ പ്രൈം, പിന്നെ നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ, പിന്നെ ഹെയർ കട്ടൊക്കെ ഇവിടെ പുറത്ത് പോയി ഹെയർ കട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാർഡ്, ഒരു ബുക്ക് അവർ നൽകും. അതായത് അതിൻ്റെ കൂപ്പൺ ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്, ഹെയർ കട്ട് ചെയ്യാവുന്നതാണ്. അതല്ലാതെ എക്സ്ട്രാ ചിലവ് വരുന്നത് ഇവിടുത്തെ വിൻ്റർ ആൻഡ് സമ്മർ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള ഷൂസ്, പിന്നെ ഡ്രസ്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങേണ്ടി വരും, അല്ലേ? നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് ആയിരിക്കില്ല ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് എടുക്കുക. ഇവിടുത്തെ വെതർ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനെന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് പൈസ അതിനും വേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് മന്ത്ലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതുമായിരിക്കും നമ്മൾ മന്ത്ലി എക്സ്പെൻസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് US-ലെ അലബാമ ഓബേൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏകദേശം ലിവിങ് എക്സ്പെൻസ് വരിക. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ലിവിങ് എക്സ്പെൻസ് ആണ്, അല്ലാതെ ഫാമിലിയുടേതല്ല. ഫാമിലിയുടെ വരുമ്പോൾ ഇതിൽ തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.